ഒടുവിൽ അമ്മ പെങ്ങന്മാരോട് മാപ്പ് പറഞ്ഞ് നരേന്ദ്രമോദി രംഗത്ത് വന്നു. വനിതാ ബില്ല് പാസ്സാക്കാത്തതാണ് പ്രശ്നം. എന്തുകൊണ്ട് പാസ്സായില്ല? പ്രതിപക്ഷം എതിർത്തു. എന്തിനായിരുന്നു തിടുക്കപ്പെട്ട് വനിതാ ബില്ല് കൊണ്ടുവന്നത്? അത് സ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്ന് ഇവിടെ ആർക്കാണ് അറിയാത്തത്? അത്രയും സ്നേഹം BJPക്ക് ഉണ്ടായിരുന്നെങ്കിൽ മണിപ്പൂരിൽ ഇത്തരം സംഭവങ്ങളൊന്നും അരങ്ങേറില്ലായിരുന്നു. സ്ത്രീകളുടെ പേര് പറഞ്ഞ് സീറ്റ് വർദ്ധിപ്പിക്കുക, ഇനിയുള്ള പതിറ്റാണ്ട് ഇന്ത്യയെ ഭരിക്കുക, ഇത്രയും സിമ്പിൾ ആണ് ഇവരുടെ ലക്ഷ്യം. പക്ഷെ അത് നടത്തിയെടുക്കുക എന്നത് വലിയ കടമ്പ തന്നെയാണ് ഇപ്പോൾ BJPക്ക്. കേന്ദ്ര സർക്കാരിന്റെ ഗൂഢമായ രാഷ്ട്രീയ അജണ്ടകൾക്ക് ലോക്സഭയിൽ കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. വനിതാ സംവരണം നടപ്പിലാക്കണമെങ്കിൽ ആദ്യം മണ്ഡല പുനർനിർണയം നടത്തണമെന്ന കടമ്പ വെച്ച BJP തന്ത്രത്തിനാണ് തിരിച്ചടി ഇപ്പോൾ നേരിട്ടത്. വനിതകൾക്ക് അധികാരം നൽകുന്നതിനേക്കാൾ ഉപരിയായി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വാധീനം ഉറപ്പാക്കാനായിരുന്നു ഈ നീക്കത്തിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ വനിതാ സംവരണത്തോടുള്ള ആത്മാർത്ഥമായ താല്പര്യമല്ല ഇത്, മറിച്ച് മണ്ഡല പുനർനിർണയത്തിലൂടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കാനും തങ്ങൾക്ക് മേധാവിത്വമുള്ള മേഖലകളിൽ സീറ്റുകൾ കൂട്ടാനും തന്നെയാണ് BJP വനിതാ ബില്ലിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പിലാക്കിയ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം തന്നെയായിരുന്നു ഇത്. എന്നാൽ പാർലമെന്റിലെ വോട്ടെടുപ്പ് ഫലം ഈ ഗൂഢപദ്ധതിയെ തകർത്തെറിഞ്ഞു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതിന്റെ കണ്ണീരാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പ്രകടിപ്പിച്ചിട്ടുള്ളത്. വനിതാ സംവരണം എന്ന മനോഹരമായ ലേബലിൽ ഒളിപ്പിച്ചു വെച്ച രാഷ്ട്രീയ വിവേചനത്തിനെതിരെയുള്ള ജനാധിപത്യത്തിന്റെ വിജയമായിട്ട് തന്നെ നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടതുണ്ട്. ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടതോടെ രാജ്യസഭയിലേക്ക് കടക്കില്ല എന്നത് സർക്കാരിന് വലിയ നാണക്കേടുമായി. വെറും പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാമെന്ന BJPയുടെ ധാർഷ്ട്യത്തിനുള്ള മറുപടി കൂടിയായിരുന്നു ഇത്. യഥാർത്ഥ സംവരണമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ മറ്റു നിബന്ധനകളില്ലാതെ അത് നടപ്പിലാക്കാനുള്ള ആർജവമാണ് സർക്കാർ ഇവിടെ കാണിക്കേണ്ടത്. പക്ഷെ അവരുടെ ലക്ഷ്യം പകൽ പോലെ വ്യക്തമാണല്ലോ അല്ലെ? അതിനു പകരം രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന മണ്ഡല പുനർനിർണയവുമായി ഇതിനെ കൂട്ടിക്കുഴയ്ക്കുന്നത് ഇനിയും വില പോകില്ല എന്ന് ഈ പരാജയം വ്യക്തമാക്കുന്നുണ്ട്. അതായത് BJPയുടെ അജണ്ട എന്താണെന്നത് കൃത്യമായിട്ട് എല്ലാവർക്കും ഇതിനോടകം മനസ്സിലായി കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റവും വർദ്ധിച്ചു വരുന്ന ജനപിന്തുണയും നരേന്ദ്രമോദി സർക്കാരിനെ എത്രത്തോളം ഭയപ്പെടുത്തുന്നു എന്നതിന്റെ തെളിവായിട്ട് തന്നെയാണ് തിടുക്കപ്പെട്ട് കൊണ്ടുവരുന്ന ഈ വനിതാ സംവരണ ബില്ലിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞതോടെ തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ ഇളകുന്നത് BJP തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനുമുള്ള അവസാന അടവായിട്ടാണ് അവർ ഈ ബില്ലിനെ കണ്ടത്. എന്നാൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയും ഗൂഢമായ അജണ്ടകളോടെയും കൊണ്ടുവന്ന ഇത്തരം നാടകങ്ങൾ ജനങ്ങൾക്കിടയിൽ വില പോകില്ല എന്നതാണ് വസ്തുത. ഒരു കാര്യം പറയാനുണ്ട്, സീറ്റുകൾ വർദ്ധിപ്പിച്ച് അധികാരം ഉറപ്പിക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റുന്നതിന് പകരം ജനാധിപത്യപരമായ മൂല്യങ്ങളെ മാനിക്കാനാണ് BJP ആദ്യം പഠിക്കേണ്ടത്. മണ്ഡല പുനർനിർണയത്തിന്റെ പേരിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായി ഉയരുന്ന പ്രതിഷേധം ഇന്ത്യ മുന്നണിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. സംവരണത്തിന്റെ പേരിൽ നടത്തുന്ന ഈ കപട നാടകം ലോക്സഭയിൽ തന്നെ പരാജയപ്പെട്ടത് മോദി ഭരണകൂടത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിരുന്ന ഈ ബില്ലിന്റെ പരാജയം BJPക്കേറ്റ കനത്ത പ്രഹരം തന്നെ. വനിതാ സംവരണം എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശാക്തീകരണത്തിനുള്ള മാർഗമൊന്നുമല്ല, മറിച്ച് അധികാരം നിലനിർത്താനുള്ള ഒരു രാഷ്ട്രീയ ആയുധം മാത്രമാണത്. ഇന്ത്യ മുന്നണിയുടെ വളർച്ചയിൽ വിളറി പൂണ്ട ഭരണകൂടം ജനശ്രദ്ധ തിരിക്കാനും വോട്ട് ബാങ്ക് ഭദ്രമാക്കാനുമാണ് ഈ ബില്ലിനെ മറയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയും കുറഞ്ഞു വരുന്ന ഭൂരിപക്ഷവും തങ്ങളെ തകർക്കാമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ഗൂഢ നീക്കവുമായി അവർ ഇപ്പോൾ രംഗത്ത് വന്നത്. സ്ത്രീകളോട് ശരിക്കും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ മണ്ഡല പുനർനിർണയം എന്ന തൂലാമാലകൾ ഇല്ലാതെ തന്നെ ഈ സംവരണം നടപ്പിലാക്കാൻ സർക്കാരിന് സാധിക്കുമായിരുന്നു. മണ്ഡല പുനർനിർണയത്തിലൂടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതിലൂടെ BJP ലക്ഷ്യമിടുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ തങ്ങളുടെ സ്വാധീനം ഉറപ്പാക്കാൻ തന്നെയാണ്, അല്ലാതെ സ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. സ്ത്രീകളോട് സ്നേഹമുണ്ടെങ്കിൽ മണിപ്പൂരിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമായിരുന്നോ? നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോഴും BJP മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? BJP ഭരിക്കുന്ന നാട്ടിലാണ് അതൊക്കെ സംഭവിച്ചത്. എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നു അമ്മ പെങ്ങന്മാരോട് മാപ്പ്. എങ്ങനെയാണ് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുക?